ചാരിറ്റി വിത്ത് ക്ലാരിറ്റി, ഫസ്റ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് വിത്ത് ട്രാൻസ്പെറൻറ്റ് ഫണ്ട് മാനേജ്മെന്റ് വെബ്സൈറ്റ് www.charitywithclarity.com. ഇത് ഫേസ്ബുക്ക് പേജ് ആകട്ടെ ഈ കാണുന്നത്. ഇങ്ങനെ ടീഷർട്ടൊക്കെ ഡിസൈൻ ചെയ്ത് ഇറക്കണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അതിൻ്റെ പരിപാടി ഉണ്ടെന്ന് കുട്ടിക്കും. ഞാനല്ല ചെയ്യുന്നത്, എൻ്റെ ഒരു സുഹൃത്താണ്. അപ്പോൾ അങ്ങനെ ഒരു ടീഷർട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ആ ഒരു കസ്റ്റമൈസ് ചെയ്ത് ടീഷർട്ട് പ്രിന്റ് ചെയ്ത് കിട്ടുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ ആൾക്ക് കിട്ടുകയാണെങ്കിൽ ചെറിയൊരു ഡൊണേഷൻ വെച്ചിട്ട് അയാൾ നമുക്ക് ആ ഓർഡറിനനുസരിച്ച് ഒരു ഡൊണേഷൻ മറ്റൊരാളെ സഹായിക്കാൻ ഉപയോഗിക്കുന്നതായിരിക്കും. ഓക്കെ, അതിൻ്റെ കണക്കുകളും കാര്യങ്ങളെല്ലാം ട്രാൻസ്പെറൻസി ഫോക്കസ് ചെയ്യുന്ന വെബ്സൈറ്റിലൂടെ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഒരു രൂപ ആർക്കും അടിച്ചു മാറ്റാനോ തട്ടിക്കാനോ പറ്റത്തില്ല. അപ്പോൾ അത് ചെയ്യാം. പിന്നെ മറ്റെന്ത് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഫുൾ പൈസയും ചാരിറ്റിക്ക് യൂസ് ചെയ്യാൻ പോകുന്ന ഒരു പുതിയ പരിപാടി. അതിൻ്റെ പ്രൊജക്റ്റിന് ഒരു പേരിട്ടാണ് ഞാൻ പ്രോഗോപ്രോ പ്രൊമോഷൻ ഗുഡ് വിൽ പ്രോഗ്രാം. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിലും അത് നമ്മൾ ഒരു ഇവന്റ് അവിടെ നടത്തും, ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആൾക്കാർ കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ പറയാൻ വന്ന കാര്യം ഇതൊന്നും അല്ല. ചാരിറ്റി വിത്ത് ക്ലാരിറ്റിയുടെ ഫേസ്ബുക്ക് പേജ് കണ്ടിങ്ങനെ ഇരിക്കും. ഇത് നിങ്ങൾ ഫേസ്ബുക്ക് പേജ് കയറി നോക്കേണ്ട ഇതതിൻ്റെ വാൾപേപ്പറാണ്, ഇതതിൻ്റെ എന്താ പറയുക പ്രൊഫൈൽ DP. അപ്പോൾ ഈ ചാരിറ്റി വിത്ത് ക്ലാരിറ്റി www.charitywithclarity.com എന്ന് പറഞ്ഞാൽ ഈ വെബ്സൈറ്റിൽ ഒന്ന് രജിസ്റ്റർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ കയറി രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾ അതിനകത്ത് കൊടുക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് അടിച്ചിടുക. അതുകൊണ്ട് നിങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റൊരാൾക്കോ എപ്പോഴെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയം വേണ്ട. അതാണ് ആ പ്രോഗ്രാമിന്റെ ഉദ്ദേശം. ഏത് ഗോ പ്രോ ഗ്രോ പ്രൊമോട്ടിംഗ് ഗുഡ് വിൽ പ്രൊജക്ട്, അതല്ല കേട്ടോ. എന്താണേലും അപ്പോൾ ഇനി മുതൽ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് കാണാൻ പറ്റും. പിന്നെ ഞാൻ ഇപ്പം പറയാൻ വന്നത്, ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ എടുത്ത് കറങ്ങുക. ഒരു പെടക്കോഴി ചത്ത് കിടക്കുന്നു, തൊട്ടപ്പുറത്തൊരു പൂവൻകോഴി വന്ന് കറങ്ങി അതും അങ്ങ് ചത്ത് വീഴുന്നു. അപ്പോൾ പാട്ടൊക്കെ ഇട്ടിട്ട് ഭയങ്കര സെൻറ്റി തന്റെ പാർട്ട്ണർ മരിച്ചപ്പോൾ ഹൃദയം പൊട്ടി മരിക്കുന്ന ഈ സ്നേഹമാണ് സ്നേഹം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് ശരിയോ അയ്യോ അത്ര സ്നേഹമുള്ള കോഴിയോ. ഈ നാട്ടിലുള്ള കോഴികളൊന്നും അങ്ങനെ അല്ലല്ലോ. ഇവിടുത്തെ കോഴികൾ പാർട്ട്ണർ ചത്ത് കിടന്നാൽ മരിച്ചു പോകുന്നതിന് കാരണക്കാരൻ തന്നെ കോഴിയാ. മനസ്സിലായില്ലേ? ഇവിടെ പല പെടക്കോഴികൾ അല്ല എന്താ പറയണ്ടേ ഫീമെയിൽസ് ഈ പറഞ്ഞ പല അണ്ണന്മാർ കാരണം മരിക്കുമല്ലേ, കോഴികൾ കാരണം. മനസ്സിലായില്ലേ? പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ ഈ കോഴി ഇത്ര ആത്മാർത്ഥ സ്നേഹമുള്ള ഒരു കോഴിയെ ആരും കണ്ടു കാണത്തില്ല. പക്ഷെ സംഭവിച്ചത് എന്താണ്? കോഴിക്ക് അങ്ങനെ ഒരു ഹൃദയാഘാതം വന്ന് മരിക്കാനുള്ള എന്താണ് അതിന്റെ? എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ സ്നേഹം തോന്നിയില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്നേഹം വേണം എന്നും തോന്നുന്നില്ല. പാർട്ണർ മരിച്ചു, അപ്പൊ തന്നെ തൊട്ടപ്പുറത്ത് വീണ് ഞാനെന്ന കോഴി എന്റെ പാർട്ണർ മരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ഹൃദയം പൊട്ടി മരിക്കലാണോ ആവശ്യം? ഒന്നാമത്തെ കാര്യം അതല്ല. പിന്നെ എന്റെ പാർട്ണർ എങ്ങനെ മരിച്ചു അതല്ലേ അതിന്റെ കാരണം. അപ്പൊ അതിന്റെ കാരണം അന്വേഷിക്കണ്ടേ? ഞാനായിരുന്നു ആ കോഴിയെങ്കിൽ എന്ന് ഞാനൊരു അല്പനേരം ചിന്തിച്ചു പോയി. അപ്പൊ ഞാൻ പറയാം, എങ്ങനെയാണ് ആ പെടക്കോഴി ചത്തത്? പെടക്കോഴി ഹൃദയാഘാതം മൂലം മരിച്ചതാണോ? അല്ലെങ്കിൽ വേണ്ട പെടക്കോഴിക്ക് ക്യാൻസർ ആയിരുന്നു, ട്രീറ്റ്മെന്റ് കിട്ടാതെ മരിച്ചപ്പോഴുള്ള ദുഃഖത്തിലാണോ ആ പൂവൻകോഴി മരിച്ചത്? അതുമല്ലേ ഈ കോഴിയെ മോഷണ ശ്രമത്തിനിടയിൽ കൊല്ലപ്പെട്ടതാണോ? അതുമല്ലെങ്കിൽ ഏതെങ്കിലും പീഡിപ്പിച്ച് ആരെങ്കിലും ഒരു വേറൊരു മറ്റേ പീഡനവീരനായ കോഴി, ഏതെങ്കിലും മാനസികരോഗിയായ കോഴി, അതുമല്ലേ ഈ മറ്റേ ഗോവിന്ദജാമി പോലൊരു കോഴി ആയിരുന്നോ തൊട്ടപ്പുറത്ത് ഉണ്ടായിരുന്നത്? അവൻ ബലാത്സംഗം ചെയ്തിട്ടാണോ എന്റെ ഈ പെടക്കോഴി മരിച്ചത്? അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പെടക്കോഴിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എല്ലാം നമുക്ക് ആവശ്യമുണ്ട്. ഇതൊരു കൊലപാതകമാണോ സ്വാഭാവിക മരണമാണോ എന്നൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുമല്ലെങ്കിൽ എന്റെ ഈ കോഴിയെ മറ്റൊരാരും ചതിച്ചിട്ട് എന്റെ ഈ പെടക്കോഴി എന്റെ കാമുകിയെ അവളുടെ എന്തെങ്കിലും പ്രൈവറ്റ് വിഷ്വൽസോ വല്ലതും ഉള്ള ഒരുത്തൻ എനിക്ക് മുന്നേ ഉണ്ടാകുന്ന റിലേഷൻഷിപ്പിൽ അയാൾ ഭീഷണിപ്പെടുത്തുകയും അങ്ങനെ ആ എന്റെ പെടക്കോഴി ആത്മഹത്യ ചെയ്തോ എന്നൊക്കെ അന്വേഷിക്കണ്ടേ? അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളാൽ ഇയാൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അല്ലെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, ലോൺ അടയ്ക്കാൻ പൈസ ഇല്ലാതെ ആണോ ഈ എന്റെ പെടക്കോഴി മരിച്ചത് എന്നൊക്കെയുള്ള ഒരു ചെറിയൊരു അന്വേഷണത്തിലേക്ക് ഞാൻ എന്റെ ശ്രദ്ധയെ കുറച്ചു നേരത്തേക്ക് മാറ്റിവെച്ചപ്പോൾ അല്ലെങ്കിൽ എന്റെ ബുദ്ധി പ്രവർത്തിച്ചു. ഭയങ്കര ബുദ്ധിയാണല്ലോ. അപ്പൊ അതങ്ങനെ പ്രവർത്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, ആ കോഴി ഹൃദയാഘാതം മൂലം മരിച്ചതല്ല, അത് കടബാധ്യതയില്ല, അതിന് മറ്റൊരു റിലേഷൻഷിപ്പ് ഇല്ല. കോഴിക്ക് അങ്ങനെ റിലേഷൻഷിപ്പ് ഇല്ലടേ. ഈ രണ്ട് കോഴികളും ഒരു പ്രത്യേക സ്ഥലത്താണ് അവരുടെ, മനസ്സിലായി, ഒരു സ്ഥലത്ത്. അപ്പൊ ഒരു സ്ഥലത്ത് ഒരു കോഴി ചത്ത് കിടക്കുന്നു. ആ കോഴി ചാകാണ്ടായ കാരണം എന്താ? തൊട്ടപ്പുറത്തെ പറമ്പിലോ അല്ലെ എവിടെയെങ്കിലോ വിഷം വെച്ചിട്ടുണ്ടാവും. ആ വിഷം പോയി അറിയാതെ കോഴി കൊത്തി തിന്നു. ഒരിത്ര ദൂരം വന്നപ്പോൾ പെടക്കോഴി ചത്തു. തൊട്ട് പുറകെ പൂവൻകോഴി വരുന്നുണ്ട്. ആ പൂവൻകോഴിക്കും ഏകദേശം ചെറിയ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് ആ പെടക്കോഴി ചത്തെടുത്ത് വന്ന് ആ കോഴി നിന്ന് നോക്കുന്നു. കൂടെ ഉണ്ടാകുന്ന ആളാണല്ലോ, രണ്ടുപേരും ഒന്നിച്ചാണല്ലോ പോയി. തിരിച്ചു വന്നപ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ട് രണ്ടുപേരും. അപ്പൊ അയാൾ അവിടെ തന്നെ നിന്നു. അങ്ങനെ വിഷത്തിന്റെ ഇഫക്റ്റ് ബോഡിയിൽ ഉണ്ടായ സമയം കൊണ്ട് ആ കോഴി ഇങ്ങനെ കറങ്ങി കുറച്ചു നിന്ന് കഴിയുമ്പോൾ അങ്ങ് അവിടെ കിടന്ന് വീണ് ചാവുന്ന സീനായത്. ടോളറൻസ് കാണും, ശരിയാ. പൂവൻകോഴി പെടക്കോഴിയെക്കാളും കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് അയാൾ അവിടെ വന്ന് അത്രയും കറങ്ങി. അല്ല, പൂവൻകോഴി എത്ര മിനിറ്റ് കൊണ്ട് ചത്തെന്ന് നമുക്കറിയത്തില്ല. ചിലപ്പോൾ ഒരു മിനിറ്റ് വ്യത്യാസമൊക്കെ കാണത്തുള്ളൂ. ആ ഒരു മിനിറ്റ് വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ ചത്ത കോഴിയെ സ്നേഹമാണ് പ്രേമമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു ടൈറ്റിൽ അടിച്ചു വിട്ടാല് ഈ നമ്മളീ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ചിന്ത ഒരാൾക്കുണ്ടാവുന്നതും അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ കാണാൻ
മാത്രം ശ്രമിക്കുകയും ചെയ്യുന്നത് ഒരു വലിയ അപകടമാണ്. പലയിടത്തും നമുക്ക് പല പ്രശ്നങ്ങൾ കണ്ടാലോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയാ കുറ്റകൃത്യമൊന്നും വേണമെന്നില്ല, നമുക്ക് ചെറിയ 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 കാര്യങ്ങൾ പോലും ശ്രദ്ധയില്ലാത്തവരായിട്ട് മാറുന്നതിന്റെ ഒരു ചെറിയൊരു തെളിവാണ്. ഫാക്ടിൽ നിന്ന് മാറിയിട്ട് ഇമാതിരി ഇമോഷൻസിനെയും സെന്റിമെന്റ്സിനെയൊക്കെ താലോലിക്കാനിരുന്ന ചിലപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഒക്കെ കാണുമ്പോൾ എന്തല്ലേ. മാടനും പ്രേതോ യക്ഷിയൊക്കെ അങ്ങനെയൊക്കെ തന്നെ. ആൾക്കാരെ ആരോ തല്ലിക്കൊന്നിരുന്നു, ഒരു പ്രത്യേക സ്ഥലത്ത് ഇവിടെ നടന്നു പോയാൽ അവിടെ കോപ്പുണ്ടെന്നോ ഏതെങ്കിലും ഹാലുസിനേഷൻ ഉള്ള ഒരാൾ എന്തോ പറഞ്ഞു പിടിപ്പിച്ചതിന്റെ പേരിൽ കുറെ പേരെ കൊല്ലാൻ പറ്റും. യക്ഷിയാണെന്ന് ഇല്ല വേണ്ട യക്ഷി പിടിച്ചു കൊന്നു എന്ന് പറയുന്നതൊക്കെ കൊലപാതകങ്ങളാണ്. അന്ന് കടത്തനാർ കടമറ്റത്ത് കത്തനാരെന്ന് പറഞ്ഞു വലിയ പേര് കേട്ട ആൾക്കാരുണ്ടാകുന്നൊക്കെ പറഞ്ഞു. ഇവന്മാരൊക്കെ ചെയ്യുന്ന എന്തോ, ആരെയാ പിടിച്ചത്? അവിടെ ഒരു യക്ഷിയില്ല എന്നൊന്നും പറഞ്ഞാൽ കാര്യം നടക്കത്തില്ല. അവിടെ ഉള്ളവൻ്റെ അടുത്തിനുണ്ട്. ആ കൊലയുടെ പിന്നിൽ എല്ലാം മനുഷ്യരുണ്ടാകുന്നു. പണ്ടുള്ള ആൾക്കാരുടെ വിചാരം ഇതൊക്കെ യക്ഷിയാണ്, പ്രേതമാണ്, ഭൂതനാണ്, മാടനാണ്, മറതയാണ്, മറ്റേ ഒടിയനാണ് ഫ്ലോപ്പ് ആവും. അതുകൊണ്ട് അത് വിട്, ഒടിയൻ പൊട്ടിത്തെറിക്കും, ഒടിയൻ കഞ്ഞി കുടിക്കും പോയിരുന്നു. അതേസമയം മനസ്സിലായില്ലേ, നമ്മൾ ഈ രീതിക്ക് ചിന്തിക്കുന്ന ഒരു കാലത്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ അത്രയും മാത്രം ബുദ്ധി വെച്ചിട്ടുള്ള ചില ആൾക്കാരായിരിക്കും ചിലപ്പോൾ ഇത് കണ്ടിട്ട് എൻജോയ് ചെയ്തു. അല്ലെങ്കിൽ ഇതിങ്ങനെയാണെന്ന് വിചാരിച്ച് പോയി കാണാൻ ചിലർ ആരൊക്കെ എന്തൊക്കെ വിചാരിക്കുമെന്ന് പറയാൻ പറ്റുമോ? കോഴിയൊന്നും അങ്ങനെ ഒരു കോഴിക്കും വേറൊരു കോഴിയോട് നമ്മൾ ഈ പറയുന്ന മനുഷ്യനുള്ള പ്രേമമോ അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റോ അല്ലെങ്കിൽ വിവാഹ ബന്ധമോ ഒന്നും ഇല്ല. അവരുടെ ഇടയിൽ ആ കോൺട്രാക്ട് ഒന്നുള്ള ജീവികളൊന്നും അല്ല മൃഗങ്ങളും പക്ഷികളും ഒന്നും, മീനുകളും. പിന്നെ ഇവരെല്ലാം കൂടെ രജിസ്റ്റർ മാരേജ് ചെയ്തിട്ടില്ലേ, എല്ലാം വേണ്ട പള്ളിയിൽ പോയി കല്യാണം കഴിച്ചിട്ടല്ലേ ഒന്ന് ജീവിക്കുന്നത്. അങ്ങനെയൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇങ്ങനെയുള്ള കഥകൾ വിശ്വസിക്കേണ്ട ഒരു ആവശ്യമില്ല. അവർക്ക് അങ്ങനെ ഒരു സാധനം ഇല്ല. കുറച്ചു നേരം വിഷമിച്ചിരിക്കും. ഇപ്പൊ കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നതാണ് ഏറ്റവും വലിയ വേദന. എല്ലാ പട്ടിയുടെയും കുഞ്ഞുങ്ങൾ അതിന്റെ ഫ്രണ്ടിൽ കിടന്ന് വണ്ടി കയറി ചാവുന്നുണ്ട്, പൂച്ചയുടെ കുഞ്ഞുങ്ങൾ ചാവുന്നുണ്ട്. ഒരു ദിവസം കുഞ്ഞുങ്ങളെല്ലാം ഒരു ചാക്കി കെട്ടിക്കൊണ്ട് കളയുന്നുണ്ട്. അതിനെ കാണാതെ പട്ടി 2 ദിവസം നടക്കും, അത് മറന്നുപോകും. അതിന്റെ ബുദ്ധി അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ചില പട്ടികളുടെ കാര്യത്തിൽ ചിലയിടത്തൊക്കെ പട്ടിണി കിടന്ന് അത് ഒരുപാട് ദിവസം കഴിക്കാതെ കിടന്ന് ചത്ത പട്ടികളുണ്ട്. അതിന്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. പല മൃഗങ്ങൾക്കും ഉണ്ട് കേട്ടോ. അതൊക്കെ അത് അത്രയും അടുപ്പമുള്ള മുതലാളിയൊക്കെ മരിക്കുമ്പോഴാണ്, മുതലാളി അതിന്റെ എന്താ പറയണ്ടേ, കെയർടേക്കർ എന്ന് പറയുന്ന ആളൊക്കെ മരിച്ചു പോയാൽ ചിലപ്പോൾ ചില മൃഗങ്ങളൊക്കെ ഇങ്ങനെ പട്ടിണി കിടന്നാ ചാവുന്നത്. അല്ലാതെ പെട്ടെന്നൊരു ഇത് കണ്ടതിന്റെ ആഘാതത്തിൽ ഹൃദയാഘാതം വന്ന് മരിക്കുന്ന സംഭവങ്ങളൊന്നും ഇല്ല. പിന്നെ കോഴിക്ക് അങ്ങനെ ഒരു ഹൃദയാഘാതം വരാനുള്ള സാധ്യതകളൊക്കെ കുറവാണ്. ഇത് സംഭവിച്ചേക്കുന്നത് പിന്നെ ഉണ്ടാവാം, അങ്ങനെ ഉണ്ടാകാൻ ചാൻസ് ഇല്ല, വളരെ സാധ്യത കുറവാണ്. ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ആ കോഴി അത്രയും പ്രായം ചെന്ന കോഴിയായിരിക്കണം, കോഴി ഓടണം. അപ്പോൾ ബയോളജിക്കലായിട്ട് ആ ഒരു പ്രശ്നം ഉണ്ടാവും. അതായത് വല്ല ബ്ലോക്ക് ഉണ്ടായിട്ട് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുക. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയൊക്കെ സംഭവിക്കുക. അത് കോഴി ഒത്തിരി നേരം അങ്ങ് പറന്നു, അപ്പോൾ പറന്ന് താഴെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കിതച്ചപ്പോൾ അറ്റാക്ക് വന്ന് ചത്ത് എന്നൊക്കെ പറയുന്നത് വല്ലതും പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇതെന്ന് വെച്ചാൽ ആദ്യത്തെ കോഴി ചാവുണ്ടായ കാരണവും രണ്ടാമത്തെ കോഴി ചാവുണ്ടായ കാരണവും ഒന്നാവാനുള്ള സാധ്യത അവിടെ ഉള്ളപ്പോൾ നമ്മൾ ഇതിനകത്ത് കയറി പ്രേമവും മറ്റേതൊന്നും കലക്കണ്ട. ഇത് വിഷം കടുത്ത് ആരാണ് അവിടെ കണ്ടിരുന്ന വിഷം തിന്ന് അന്ന് ചത്ത കോഴി, കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട.